കഥ ഡെല്ല. രചന അനിത മുകുന്ദൻ. ശബ്ദം നൽകിയത് അനിത മുകുന്ദൻ. ലണ്ടൻ നഗരമാകെ ചുറ്റിയടിച്ചു വന്ന കാറ്റിന് കിതപ്പ് ഏറെയുണ്ടെന്ന് തൻ്റെ ജാലകവിരിയിലേക്ക് നോക്കി ഡെല്ല ചിന്തിച്ചു. ശാന്തമായ മുഖത്തോടെ അവിടേക്ക് ചെന്ന് നിൽക്കുമ്പോൾ വൈകിയതിൻ്റെ ക്ഷമാപണം പോലെ കാറ്റ് അവളുടെ മുടിയിഴകളിൽ തഴുകാൻ തുടങ്ങി. അവൾ രാത്രിയുടെ അഗാധമായ ഇരുളിലേക്കും ആകാശത്തെ അമ്പിളിവെട്ടത്തിലേക്കും മിഴിയൂന്നി. ആകാശ ക്യാൻവാസിൽ ആരോ പതിപ്പിച്ച ചിത്രം പോലെ മൂൺലൈറ്റ്. മൈ സ്വീറ്റ് മൂൺ, കം സ്ലോലി കം ടു മീ, അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവൾക്കൊരു കവിത ചൊല്ലാൻ തോന്നുന്നുണ്ട്. ഒരു പുഴയൊഴുകുന്നത് പോലെ ഇംഗ്ലീഷിൽ വാക്കുകൾ ഇടമുറിയാതെ കവിത പെയ്തിറങ്ങിയപ്പോൾ താൻ ആകാശക്കൊട്ടാരത്തിലെവിടെയോ ആണെന്നുള്ളത് അവൾക്ക് തോന്നി. ഡെല്ല, ഡെല്ല, ഓപ്പൺ, പ്ലീസ് ഓപ്പൺ ദ ഡോർ. കതകിൽ വലിയ ശബ്ദത്തിൽ അടിച്ചുകൊണ്ട് ഹോസ്റ്റൽ വാർഡൻ വിളിക്കുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് ഡെല്ല നിശബ്ദയായി. ജാലകവിരി നിവർത്തിയിട്ട് ജനൽ ഡോർ ക്ലോസ് ചെയ്തിട്ട് അവൾ കതക് തുറന്നു. പ്രായമുള്ള സ്ത്രീയായിരുന്നു ഹോസ്റ്റൽ വാർഡൻ. അവർ ദേഷ്യത്തോടെ ഡെല്ലയെ നോക്കി. ആർ യു മാഡ്? രാത്രി ഏറെയായിട്ടും ഡെല്ലയുടെ മുറിയിൽ മാത്രം ബൾബ് കത്തിക്കിടന്നു. അവളുടെ മുറിയിൽ നിന്നു മാത്രം ഉറക്കെ പാട്ടു കേൾക്കുന്നു. ടൈം ലിമിറ്റ് ഉള്ളതിനാൽ കൃത്യസമയത്ത് തന്നെ എല്ലാവരും ഉറങ്ങാൻ കിടക്കും. ഡെല്ല ഇപ്പോഴും ഉണർന്നിരുന്ന് പാട്ടുപാടുന്നത് അവരെ ദേഷ്യം പിടിപ്പിച്ചു. ഡോണ്ട് നോ ദ റൂൾസ്. കടുപ്പിച്ചുള്ള നോട്ടത്തോടൊപ്പം കുറെ വഴക്കും കൊടുത്തിട്ടാണ് അവർ പോയത്. സ്റ്റെപ്പിറങ്ങി പോകുന്നതിനിടയിൽ അവർ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. തനിക്കിപ്പോൾ ഡൗട്ടുണ്ടെന്നും ഡെല്ല നിയമവിദ്യാർത്ഥിനി തന്നെയാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും അവർ ചിന്തിച്ചുകൊണ്ടാണ് നടന്നു പോയത്. മാഡ് ഗേൾ. അവർ പോയെന്നുറപ്പ് വരുത്തിയിട്ട് ഡെല്ല പതിയെ ജാലകം തുറന്നിട്ടു. തൻ്റെ ബെഡിൽ കിടന്നാൽ അവൾക്ക് ജാലകത്തിലൂടെ നിലാവെളിച്ചം കാണാമായിരുന്നു. അതിൻ്റെ ഒളിയലകൾ തൻ്റെ നെറ്റിയിൽ തഴുകുമ്പോൾ അവൾക്ക് അമ്മയുടെ സ്പർശനം ഓർമ്മ വരും. അറിയാതെ അവൾ ഉറങ്ങിപ്പോകും. ഇന്നും ഡെല്ലയുടെ ഉറക്കം നിലാവുമൊത്തായിരുന്നു. ആ ഉറക്കത്തിൽ അവളൊരു സ്വപ്നം കണ്ടു. ഒരു മയിൽപ്പീലി. മുടിച്ചുരുളുകൾക്കിടയിൽ മയിൽപ്പീലി ചൂടിയ നീലവർണ്ണമുള്ള ഒരു സുന്ദരൻ. ആരാണത്? അവൾ ഉറക്കെ വിളിച്ചു ചോദിച്ചെങ്കിലും അവൻ മറുപടി പറയാതെ ദൂരേക്ക് ഓടി അകലുന്നു. താൻ ഇതുവരെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ. ആരായിരിക്കുമത്? ഡെല്ല സംശയിച്ചു നിന്നു. അവൻ്റെ കുസൃതി നിറഞ്ഞ നോട്ടവും ചിരിയും അവളിൽ ആകാംക്ഷയുണർത്തി. ഹു ആർ യു? ഡോണ്ട് ഹിയർ. ഹു ആർ യു? ഉറക്കത്തിൽ അവളുടെ ഒച്ച ഉയർന്നു. വീണ്ടും കതകിൽ തട്ടുന്ന ശബ്ദം. ഡെല്ല, ഡെല്ല. വാർഡൻ്റെ കതകിൽ മുട്ട് കേട്ട് ഡെല്ല ഉറക്കത്തിൽ നിന്നും ഉണർന്നു. എന്നിട്ട് പുതപ്പ് തലവഴി മൂടിക്കിടന്നു. അകത്ത് അനക്കമൊന്നുമില്ലാത്തത് കൊണ്ടാവാം അവർ തിരിച്ചുപോയി. അതിശയിപ്പിക്കുന്നത്ര സൗന്ദര്യമുള്ള ഒരാൾ. ആരായിരിക്കും അത്? അവൾ ആലോചനയോടെ കിടന്നു. ഒരു നിയമവിദ്യാർത്ഥിനിയാണ് ഡെല്ല ഓസ്റ്റിൻ. ലണ്ടനിലെ പ്രശസ്തമായ ലോ കോളേജിലാണ് അവളുടെ പഠനം. തെറ്റുകൾക്കു വേണ്ടി വാദിക്കുവാനല്ല ഒരിക്കലും താനൊരു അഡ്വക്കേറ്റ് ആകുന്നതെന്ന് അവൾ എപ്പോഴും ഉറപ്പോടെ പറയുമായിരുന്നു. ഡെല്ല മറ്റു സ്റ്റുഡൻസിൽ നിന്നും എപ്പോഴും വ്യത്യസ്തയായിരുന്നു. ഏതു വിഷയത്തിലും പൊതുവായുള്ള അഭിപ്രായങ്ങളോട് ചേരാതെ തൻ്റേതായ ശരികൾ അവൾ കണ്ടെത്തിയിരുന്നു. കൂട്ടുകാരികൾ ഒരുപാട് പേർ ഉണ്ടെങ്കിലും ഫ്രാൻസിൽ നിന്നുള്ള ജൂലിയയാണ് അവളുടെ അടുത്ത കൂട്ടുകാരി. സൺഡേ ആയതിനാൽ കൂട്ടുകാരികൾ രണ്ടുപേരും കൂടി ഷോപ്പിങ്ങിനായി ഇറങ്ങി. പുതുതായി തുടങ്ങിയ മോളിലെ കാഴ്ചകൾ കാണുക എന്ന ലക്ഷ്യവും അവർക്കുണ്ടായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ അവരുടെ വിശ്വാസങ്ങൾക്കും ജീവിത രീതിക്കും അനുസരിച്ചുള്ള വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നു. ജൂലിയ ഒരു മൗത്ത് ഓർഗൻ വാങ്ങി. അവൾ അത് നന്നായി വായിക്കുമായിരുന്നു. അവളോടൊപ്പം കാഴ്ചകൾ കണ്ടു നടന്നപ്പോഴാണ് ഡെല്ലയുടെ കൈതട്ടി ഒരു ഗ്ലാസ് പ്രിസം താഴേക്ക് വീണത്. പെട്ടെന്ന് തന്നെ അത് പല കഷ്ണങ്ങളായി ഉടഞ്ഞു മാറി. ഡെല്ല ആകെ വിഷമിച്ചു. തൻ്റെ കയ്യിൽ നിന്നുണ്ടായ തെറ്റിന് സോറി പറഞ്ഞുകൊണ്ട് അവൾ ആ ഗ്ലാസ് കഷ്ണങ്ങൾ എടുത്തു മാറ്റുവാൻ തുനിഞ്ഞു. പെട്ടെന്ന് സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരൻ അവളെ തടഞ്ഞു. വിഷമിക്കേണ്ട, ഇത് ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഡെല്ല ആശ്വാസത്തോടെ അയാൾക്ക് നന്ദി പറഞ്ഞു. അതിൻ്റെ വില എത്രയായാലും താൻ നൽകിക്കൊള്ളാമെന്നു കൂടി അവൾ കൂട്ടിച്ചേർത്തു. അതൊന്നും വേണ്ട, കുട്ടി പോയിക്കോളൂ എന്നയാൾ ആംഗ്യം കാട്ടി. വിടർന്ന കണ്ണുകളുള്ള കാണാൻ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അയാൾ.
ഡെല്ലയും ജൂലിയയും മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രിസത്തിൽ നിന്നും അടർന്നു വീണ ഒരു ചെറിയ ശില്പം ശ്രദ്ധയിൽപ്പെട്ടത്. ഡെല്ല അപ്പോൾ തന്നെ അത് കയ്യിലെടുത്തു. അവൾ അത്ഭുതത്തോടെ നോക്കി. താൻ സ്വപ്നം കണ്ട അതേ രൂപം, മയിൽപ്പീലി ചൂടിയ നീലവർണ്ണമുള്ള അതേ രൂപം, അതിമനോഹരമായ ആ ശില്പം അവിടെ വിട്ടുകളയാൻ അവൾക്ക് തോന്നിയില്ല. അവൾ അതിനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ജൂലിയ നമുക്ക് പോകേണ്ടേ എന്ന് അവളോട് ചോദിച്ചു. ഇതാരുടെ രൂപമാണ്? മുൻപൊരിക്കലും ഞാൻ ഇങ്ങനെ ഒരു രൂപം കണ്ടിട്ടില്ലല്ലോ. ഇതേതെങ്കിലും മാലാഖയുടെ ചിത്രമാണോ? ഗോഡാണോ അതോ ഡെവിളാണോ? അവൾക്ക് സംശയം കൂടിക്കൂടി വന്നു. ഹീ ഈസ് ലോർഡ് കൃഷ്ണ, ഗോഡ് ഓഫ് ഇന്ത്യ. കൃഷ്ണ. ജോലിക്കാരൻ പറഞ്ഞ പേര് അവൾ ഒന്നുകൂടി ഉച്ചരിച്ചു. സ്വീറ്റ് നെയിം, കൃഷ്ണ. മാം, ഹീ ഈസ് ദ സുപ്രീം പവർ ഓഫ് നേച്ചർ. ഹിസ് സ്റ്റോറീസ് ആർ വെരി പോപ്പുലർ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. അയാൾ പെട്ടെന്ന് മറ്റൊരു റോയിൽ നിന്നും തടിച്ച പുസ്തകമെടുത്ത് അവൾക്ക് നൽകി. ഇത് കൃഷ്ണ കഥകളുടെ ഇംഗ്ലീഷ് തർജിമയാണ്. വായിക്കണം മാം. അയാൾ നൽകിയ പുസ്തകവും ആ കൃഷ്ണരൂപവും അവൾ സ്വന്തമെന്ന പോലെ ചേർത്ത് പിടിച്ചു. പോകാൻ നേരം അവൾ ആ ജോലിക്കാരനെ തിരിഞ്ഞു നോക്കി. അയാൾ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. യു ആർ ഇന്ത്യൻ? അവൾ ചോദിച്ചു. അയാൾ ചിരിക്കുക മാത്രം ചെയ്തു. പിന്നീട് പലപ്പോഴും അവൾ അയാളെ കണ്ടുമുട്ടി. അവർ സ്ഥിരം പരിചയക്കാരായി. അവൻ നന്നായി സംസാരിക്കുമായിരുന്നു. എപ്പോഴും അവരുടെ സംസാരം കൃഷ്ണനിലെത്തി നിൽക്കും. ഗോകുലവും വൃന്ദാവനവും ശ്രീരാധയും ദ്വാരകയും കുരുക്ഷേത്ര യുദ്ധവുമൊക്കെ അവളുടെ മനസ്സിനെ സ്പർശിച്ചു തുടങ്ങി. കൃഷ്ണകഥകൾ മനസ്സിൽ നിറയുമ്പോൾ അവൾ അരവിന്ദിനെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. നമ്മുടെ മനസ്സ് തന്നെയാണ് നല്ല വാസനകൾ വളർത്തുന്നതെന്നും ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് നേടുമ്പോൾ മാത്രമേ നമുക്ക് ബുദ്ധിപൂർണതയുടെ പ്രയോജനമുണ്ടാകൂ എന്നും അരവിന്ദ് പറഞ്ഞപ്പോൾ അവൾ അവന് നേരെ കൈകൂപ്പി. അവൾക്ക് അവനോട് അതിയായ ബഹുമാനം തോന്നി. ഡെല്ലയുടെ മിഴികൾ നിറഞ്ഞു. എന്തുകൊണ്ടാണ് തനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് അവൾ ചിന്തിച്ചു. ഈശ്വരനെ അറിയാൻ ആഗ്രഹിക്കുന്നവരിലേക്ക്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നവരിലേക്ക് കാലദേശഭേദമില്ലാതെ പല രൂപത്തിലും അവൻ ഓടിയെത്തും. ശരിയാണ് അരവിന്ദ്. ഞാൻ ഈ പ്രപഞ്ചത്തെ ഒരുപാട് സ്നേഹിക്കുന്നു. സൂര്യനെ, ചന്ദ്രനെ, താരകങ്ങളെ എല്ലാം എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്കിതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായത്. അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മൈ വേൾഡ്, മൈ സോൾ, മൈ ഗോഡ്, കൃഷ്ണ. അവൾ ചിരിച്ചു. അരവിന്ദും. ചില കണ്ടുമുട്ടലുകൾ മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഓരോ ദിവസവും ഡെല്ല കൃഷ്ണകഥകൾ വായിക്കുന്തോറും ഇഷ്ടം കൂടിക്കൂടി വരുന്നു. ഗോഡ് എന്നതിലുപരി ഒരു സൗഹൃദത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ അവൾ ആ ശില്പത്തിനോട് കാട്ടിത്തുടങ്ങി. എപ്പോഴും കാണാൻ പറ്റുന്ന തരത്തിൽ പുസ്തകങ്ങൾക്ക് മീതെ അതിനു സ്ഥാനം നൽകി. കൃഷ്ണകഥകളിലെ ഭക്തിക്കുപരിയായി തത്വചിന്തകൾ അവൾ നെഞ്ചേറ്റി. എല്ലാ അവസ്ഥകളിലും അവൾ കൃഷ്ണനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം അരവിന്ദിനെ കാണാൻ അവൾ ഷോപ്പിലെത്തി. അങ്ങനെ ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്നും അവൾ തിരികെ കൊടുത്ത പുസ്തകം ആ ഷോപ്പിൽ വിൽപ്പനയ്ക്കുള്ളതല്ലായിരുന്നെന്നും ഷോപ്പുടമ പറഞ്ഞപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. തിരികെ എത്തിയപ്പോൾ ചിരിക്കുന്ന കൃഷ്ണശില്പത്തിലേക്ക് നോക്കി അവൾ വിളിച്ചത് ഇങ്ങനെയായിരുന്നു. അരവിന്ദ്. ആ ശില്പം കൈവെള്ളയിൽ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നീ ഇവിടെ തന്നെ ഉണ്ടല്ലേ? അരവിന്ദ്, ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും നീ കൂടെയുണ്ടെന്ന വിശ്വാസം എനിക്ക് ആത്മബലം നൽകും. അപ്പോഴും കൃഷ്ണശില്പം പുഞ്ചിരിയോടെ നിന്നു. താങ്ക് യു.